നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥിയായി അബു ജോൺ ജോസഫ്, LDF സ്ഥാനാർത്ഥിയായി സിറിയക് ചാഴികാടൻ, NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്യാസിന്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് തൊടുപുഴ ശാന്തിതീരം ശ്മശാനം അടയ്ക്കുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഗ്യാസ് പൂർണ്ണമായും തീർന്നിരുന്നു. ഇടുക്കിയിലെ ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കി വ്യാജ കൃഷി മരുന്നുകൾ വിപണി കീഴടക്കുന്നു. നിരോധിത കീടനാശിനികളും ജില്ലയിലേക്ക് എത്തുന്നതായി ആരോപണം. LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ ശ്രേഷ്ഠ കാത്തോലിക്ക അബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവായെ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി അബു ജോൺ ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ടീം UDF ആണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും 140 മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടുമെന്നും അബു ജോൺ ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അബുവിന് PG ജോസഫ് MLA ആശംസകൾ നേർന്നു. തൊടുപുഴയുടെ വികസന തുടർച്ചയ്ക്ക് കഴിഞ്ഞ 50-ലേറെ വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച കേരളം കണ്ട ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ള വികസനം സ്വപ്നം കാണുന്ന സമഗ്ര വികസനത്തിന് വേണ്ടി തന്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിന്റെ കാലടികൾ പിന്തുടരുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നാളുകളിൽ തൊടുപുഴയിൽ നിന്ന് നിലവിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള തൊഴിൽ ഉൽപാദക മേഖലകളായിട്ട് മാറ്റുക എന്നുള്ള കാര്യമായിരിക്കും. ജനക്ഷേമപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു തൊടുപുഴയുടെയും ഓരോ മേഖല തിരിച്ചുള്ള മാസ്റ്റർ പ്ലാനുകൾ 1980-കളിൽ അപ്പച്ചൻ കൊണ്ടുവന്ന ഒരു മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് തൊടുപുഴ വികസിച്ചതെങ്കിലും ഈ ഒരു 2050 ഒരു ടാർഗറ്റിട്ട് തൊടുപുഴയെ ഒരു നവ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. ടീം UDF 140 സീറ്റുകളിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഉജ്ജ്വലമായ വിജയമായി UDF. LDF സ്ഥാനാർത്ഥിയായി തൊടുപുഴയിൽ മത്സരിക്കുന്ന സിറിയക് ചാഴികാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളായ KA ആന്റണി, KP മേരി, ജിമ്മി മരത്തിപ്പാറ, മുഹമ്മദ് ഫൈസൽ, PP ജോയ്, തോമസ് ചാഴികാടൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള വലിയ നല്ല സൂചനകളാണ് എനിക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
100% വിജയം ഉറപ്പിച്ചുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോവുക. ആളുകളുടെ ഇടയിൽ കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് തൊടുപുഴയെ സംബന്ധിച്ച് നല്ല രീതിയിൽ വികസനങ്ങളൊക്കെയും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച്. പക്ഷേ അതോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നമുക്ക് കേരളം വളർന്നു. ആ കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം ഇവിടെ നമുക്ക് വളരാൻ സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് ആളുകളുടെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ വികസനം ഇനിയും തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾക്കായിരിക്കും നമ്മൾ മുന്നോട്ട് നേതൃത്വം നൽകുന്നത്. NDA സ്ഥാനാർത്ഥിയായി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് റോയി വാരികാട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 101% വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വിജയപ്രതീക്ഷ ശതമാനം പറയുമ്പോൾ അത് 101% ഉറപ്പാണ് എന്നാണ് വിജയപ്രതീക്ഷ. കഴിഞ്ഞ 10 വർഷമായി തൊടുപുഴ വികസനമില്ലാതെ മുരടിപ്പിലെത്തിയിരിക്കുക. അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഇനി ശാസ്ത്രീയമായി വികസന കാര്യങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടില്ലാതെ പോയാൽ സാവകാശം ഈ ടൗൺ പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതി വരും. എക്കണോമിക്സിൽ വളർച്ച മുകളിലേക്ക് ഗ്രാഫ് സൈക്കിളിൻ്റെ ചക്രം പോലെ മുകളിലേക്ക് കയറിയാൽ അത് താഴേക്കും കൂടി പോകും. താഴേക്ക് പോവാതെ തൊടുപുഴയെ നോക്കണമെങ്കിൽ തൊടുപുഴ കാർഷിക മേഖല എന്ന വലിയ സ്വാധീനമുള്ള മേഖലയെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. മൂല്യവർദ്ധിത വസ്തുക്കൾ തൊടുപുഴയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ കേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. IT ആയിട്ട് ബന്ധപ്പെട്ട വലിയ സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാവുന്ന സൗകര്യങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി വന്നാൽ മൂന്നാറും തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളതിൽ മൂന്നാറും പീരുമേടും തൊടുപുഴയും കൂടി കണക്ട് ചെയ്ത് ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലില്ല. ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഞാൻ MLA ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇന്ത്യയിൽ അത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലുണ്ടാവും. അത് ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ മുഖച്ഛായ എറണാകുളം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് സിറ്റിയായിട്ട് മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പൂജാകർമ്മങ്ങൾക്ക് പുറമെ കലാവിരുന്നും ഇതോടനുബന്ധിച്ച് നടത്തും. ഈ ദിവസങ്ങളിൽ പ്രസാദയൂട്ടും ഉണ്ടായിരിക്കും. ഉത്സവാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. 27 രാവിലെ 6 അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം, തുടർന്ന് പുരാണ പാരായണം, 8 ലളിതാ സഹസ്രനാമ പാരായണം, 9 നാരായണീയ പാരായണം, 9:30 ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം, 10:30 ഭജൻസ്, 12 തിരുവാതിരകളി, 1 മണിക്ക് പ്രസാദയൂട്ട്, വൈകിട്ട് 6 തിരുവാതിരകളി, 6:30 ദീപാരാധന ദീപക്കാഴ്ച, 6:45 തിരുവാതിരകളിയും വീരനാട്യവും, 7:30 മുതൽ സെമി ക്ലാസിക്കൽ നൃത്തം, 28 രാവിലെ 6 പുരാണ പാരായണം, 8 ദേവി നാരായണീയ പാരായണം, 9:30 ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം, 12 തിരുവാതിരകളി, 1 മണിക്ക് പ്രസാദയൂട്ട്, വൈകിട്ട് 5:30 ദുർഗാ സഹസ്രനാമ പാരായണം, 6:30 ദീപാരാധന ദീപക്കാഴ്ച, 7 വയലിൻ നാദതരംഗം, 29 രാവിലെ 6 പുരാണ പാരായണം, 8:30 വിഷ്ണു പൂജ സുബ്രഹ്മണ്യ പൂജ, 9 ഭജന ശ്രീതം, 9:30 സർപ്പപൂജ, 10 കലാപരിപാടികൾ, 1 മണിക്ക് പ്രസാദയൂട്ട്, വൈകിട്ട് 6 മണിക്ക് പഞ്ചാരി മേളം, 6:30 ദീപാരാധന ദീപക്കാഴ്ച, 7 ശാസ്ത്രീയ നൃത്തസന്ധ്യ. മാർച്ച് 30 രാവിലെ 7:30 ദുർഗാ ഭഗവതി കലശാഭിഷേകം നവാഗം, 8:30 സോപാന സംഗീതം സമന്വയം, 9 ഇരട്ട പൊങ്കാല, 10 സംഗീത സദസ്സ്, 11 മകംതൊഴൽ, 12 ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ ഡാൻസ്, 12 പ്രസാദയൂട്ട്, വൈകിട്ട് 6:30 ദീപാരാധന ദീപക്കാഴ്ച, 7 മണിക്ക് പൂമൂടൽ ചടങ്ങ്, 7 സംഗീതാർച്ചന, 7:30 ലാസ്യലഹരി. മാർച്ച് 31 രാവിലെ 8 മണിക്ക് ഭഗവത്ഗീത പാരായണം, 9:30 ദുർഗാ ഭഗവതിക്ക് കലശാഭിഷേകം, 10:30 ക്ഷേത്രത്തിൽ പൂരം തൊഴൽ, വേദിയിൽ വയലിൻ കച്ചേരി നടക്കും,
11-ന് ശ്രീഭൂതബലി, 12-ന് പ്രസാദിയൂട്ട്, വൈകിട്ട് 4-ന് ജീവത എഴുന്നള്ളത്ത്, 5:30-ന് ഭദ്രാ സഹസ്രനാമം, വൈകിട്ട് 5:30-ന് നാമപ്രഘോഷണം, തുടർന്ന് അരങ്ങിൽ 6:30 മുതൽ ദേവി മഹാത്മ്യ പാരായണം, തുടർന്ന് എതിരേൽപ്പ് വേദിയിൽ, വൈകിട്ട് 6:30 മുതൽ ഭജൻസ്, സ്വരലയം എന്നിവ, 9:30-ന് വിളക്കിൻ പൊലി, അത്താഴിയൂട്ട്, 10-ന് പൂരം ഇടി എന്നിവയാണ് ഉത്സവാഘോഷ പരിപാടികളെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സുധീർ കമല നിവാസ്, സതീഷ് കുമാർ, അനീഷ് മടത്തിനാൽ, അരവിന്ദാക്ഷൻ നായർ, മിഥുൻ ചാമക്കാലായിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗ്യാസിന്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് തൊടുപുഴ ശാന്തിതീരം ശ്മശാനം അടയ്ക്കുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഗ്യാസ് പൂർണ്ണമായും തീർന്നിരുന്നു. വലിയ പ്രതിസന്ധിയാണ് നഗരസഭ നേരിടാൻ പോകുന്നത്. ആവശ്യത്തിന് ഗ്യാസ് ലഭ്യമാക്കുക എന്നത് മാത്രമാണ് പ്രശ്നത്തിന് ഏക പരിഹാരമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ആവശ്യത്തിന് ഗ്യാസ് കിട്ടാത്തതിനാൽ തൊടുപുഴ നഗരസഭയുടെ ശാന്തിതീരം ശ്മശാനം അടയ്ക്കുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഗ്യാസ് പൂർണ്ണമായും തീർന്നിരുന്നു. വലിയ പ്രതിസന്ധിയാണ് നഗരസഭ നേരിടാൻ പോകുന്നത്. ആവശ്യത്തിന് ഗ്യാസ് ലഭ്യമാക്കുക മാത്രമാണ് ഒരേയൊരു പരിഹാരം. മൃതദേഹം സംസ്കരിക്കാൻ വീട്ടുവളപ്പിൽ സ്ഥലമില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങൾ നഗരസഭാ പരിധിയിലുണ്ട്. ആ കുടുംബങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ സംസ്കാരത്തിനുള്ള ഒരേയൊരു ആശ്രയം ശാന്തിതീരം ശ്മശാനമാണ്. സ്വകാര്യ ഏജൻസികളിൽ വീടുകളിൽ ഗ്യാസ് ഫർണസ് സ്ഥാപിച്ച് സംസ്കാരം നടത്താറുണ്ടായിരുന്നു. ഗ്യാസ് ക്ഷാമം കാരണം മിക്ക ഏജൻസികളും സംസ്കാരം ജോലികൾ നിർത്തിവെച്ചു. ഇതോടെ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ കൂടുതൽ എത്തിത്തുടങ്ങി. സമീപ പഞ്ചായത്തുകളിൽ നിന്ന് മൃതദേഹങ്ങൾ വരുന്നുണ്ട്. ശ്മശാനത്തിൽ 2 ഫർണസ് ഉണ്ട്. ഇതിൽ ഒരു ദിവസം 6 മൃതദേഹങ്ങൾ സംസ്കരിക്കാം. ഇപ്പോൾ 6-ൽ കൂടുതൽ മൃതദേഹങ്ങൾ ഒരു ദിവസം എത്തുന്നുണ്ട്. ഫർണസുകൾ പൂർണ്ണമായും ഗ്യാസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിറകോ മറ്റ് സാമഗ്രികളോ ഉപയോഗിച്ച് മൃതദേഹം സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെയില്ല. ഗ്യാസ് ഇല്ലെങ്കിൽ പ്രവർത്തനം നിലയ്ക്കും. 2 ഗ്യാസ് കുറ്റികൾ ശനിയാഴ്ച കിട്ടിയെങ്കിലും അത് വൈകിട്ടോടെ തീർന്നു. ഗ്യാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിക്ക് നഗരസഭ കത്ത് നൽകിയിരുന്നു. അനുവദിക്കാമെന്ന് ഉറപ്പു പറഞ്ഞെങ്കിലും ലോഡെത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ നമുക്ക് BPCLൻ്റെ കണക്ഷനാണുള്ളത്. അപ്പം അവരുമായി ബന്ധപ്പെടുകയും എന്നാൽ അവർ പറയുന്നത് അവർക്ക് അവിടെ വേണ്ടത്ര സിലിണ്ടറുകൾ ലഭ്യമാകുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളിത് സംബന്ധിച്ച് കളക്ടർക്ക് കത്ത് കൊടുക്കുകയും കളക്ടറെ നേരിട്ട് വിളിക്കുകയും അതുപോലെ ഈ പെട്രോളിയം വിഭാഗത്തിൻ്റെ ആളുകളുമൊക്കെയായി സംസാരിച്ച് ഇക്കാര്യത്തിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് നമ്മൾ മെയിൽ ചെയ്യുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇന്നലെ അടച്ചിടേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മിനിങ്ങാന്ന് തന്നെ വന്ന പല ബോഡികളും നമുക്കിവിടെ ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമുണ്ട്. തൊട്ടടുത്തുള്ളത് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ആണ് ഒരെണ്ണമുള്ളത്. അവിടെയും ഇതേ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇന്നിപ്പം ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ 2 സിലിണ്ടർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് 25 സിലിണ്ടറാണ് ആകെ വരുന്നത്. ആ വരുന്നതിൽ നിന്ന് 2 എണ്ണം തരാം, നമുക്ക് അതിൽ പ്രയോറിറ്റി തരാം എന്നേ പറയുന്നുള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് വേണ്ടത്ര സൗകര്യം കിട്ടും എന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിമറ്റോറിയം അടച്ചിടേണ്ട ഒരു സ്ഥിതി തന്നെയാണ് വരുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. മറ്റു കാര്യങ്ങൾ എന്തും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിരവധിയായ സാധാരണക്കാർ പാവപ്പെട്ടവരൊക്കെ ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വേറൊരു ആശ്രയമില്ല, സ്ഥലമില്ല, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ല. വീട്ടിൽ വന്ന് ഈ ദഹനം നടത്തുന്ന സംവിധാനം ഉണ്ടായിരുന്നു, അതുപോലും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുള്ളതാണ്. ഇപ്പോൾ അത് അവിടെ അവർക്കും സിലിണ്ടർ ലഭ്യമാകാത്തത് കൊണ്ട് അങ്ങനെയുള്ളതും കൂടുതലായി ഇങ്ങോട്ട് വരികയാണ്. വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇന്ന് കളക്ടറുമായി ഒന്നുകൂടെ ബന്ധപ്പെടുന്നുണ്ട്. അടിയന്തരമായി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടർക്കും ബന്ധപ്പെട്ട മറ്റ് അധികാരികൾക്കും നഗരസഭ പരാതി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോയി കെ പോലോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന് മുൻപാക്കിയാണ് പത്രിക സമർപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യു, AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റി, UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കിയിലെ ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കി വ്യാജ കൃഷിമരുന്നുകൾ വിപണി കീഴടക്കുന്നു. നിരോധിത കീടനാശിനികളും ജില്ലയിലേക്ക് എത്തുന്നതായി ആരോപണം. വ്യാജ കാർഷിക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് വിൽപ്പന നടത്തുന്നതെന്നും ആരോപണമുണ്ട്.
ഏലച്ചെടികളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾക്കും കീടയാക്രമണങ്ങൾക്കും മികച്ച വിളവിനും ഉത്തമമെന്ന രീതിയിലാണ് വ്യാജവളങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത്. നാനോ കീടനാശിനികൾ എന്നറിയപ്പെടുന്ന ഇവ സമൂഹ മാധ്യമങ്ങളുടെ സഹായത്തോടെയും ഓൺലൈനായുമാണ് വിൽപ്പന നടത്തുന്നത്. അംഗീകൃത വളം വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇത്തരം മരുന്നുകൾ ലഭിക്കാറില്ല. ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇത്തരം മരുന്നുകൾ സംബന്ധിച്ച് ലഭ്യമല്ല. ഗുണമേന്മ പരിശോധനകൾ പോലും നടത്താത്ത വളങ്ങളാണ് വ്യാജ വിതരണക്കാർ വഴി കർഷകരിലേക്ക് എത്തിക്കുന്നത്. കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ ഇവിടെ ഇങ്ങനെ എത്തിക്കുന്ന മരുന്ന് അവർ ഡോസേജ് ഒക്കെ പറയുന്ന അനുസരിച്ച് അവരത് വിശ്വസിച്ച് ആളുകൾക്ക് കൊടുക്കും, ചെറിയ കടക്കാർ. പക്ഷെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് പിന്നെ അവർ തമ്മിൽ അത് വാക്കുതർക്കത്തിലേക്കും കേസിലേക്കും വരുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അനധികൃതമായി മരുന്ന് കയറി വരുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വില ചൂഷണം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏലം കർഷകർക്ക് നല്ല കെമിക്കൽ, നല്ല മരുന്നുകളല്ലാതെ വ്യാജ മരുന്നുകൾ അനേകം കയറി വരുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആ ഏലത്തിൽ നിന്നും മാറാതെ നമ്മൾ ഈ കീടനാശിനിയും മറ്റുള്ള നമ്മുടെ അധ്വാനവും ഒക്കെ ആയിട്ട് നമ്മൾ ഏലത്തിൽ നിന്ന് മാറാതെ നിൽക്കണം. ഈ മാറാതെ നിന്ന് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അല്പം ഏലം നന്നാക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കീടനാശിനി മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് അത് നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്താണെന്ന്, സാമ്പത്തിക നഷ്ടം, അതോടൊപ്പം തന്നെ അധ്വാനം, ആ ശ്രമം ഒക്കെ നമുക്ക് നഷ്ടമാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നിസ്സാരമല്ല. അത് നല്ല ലൈസൻസ് ഡീലർമാർ, ആ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് തന്നെ, അധികൃതരുടെ ഇടപെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏലം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്ന്, വ്യാജ മരുന്നുകൾ കയറി വരാതെ ഈ നല്ല മരുന്നുകൾ ഈ കർഷകന് ന്യായമായ രീതിയിൽ നല്ല മരുന്നുകൾ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് അവരുടെ ഇടപെടൽ ആവശ്യമാണ്. നമുക്ക് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അനേകമുണ്ട്, പക്ഷെ അവരുടെ ഒന്നും ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. വളം വിൽപ്പനാ കേന്ദ്രങ്ങളിൽ ജീവനക്കാരായി നിന്നുള്ള പരിചയവുമായി കൃഷി വിദഗ്ധൻ എന്ന പേരിൽ വ്യാജമരുന്നുകൾ വിതരണം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. വ്യാജമരുന്നുകളിൽ പലതും വേഗത്തിൽ ഫലം നൽകുമെങ്കിലും ദൂരവ്യാപകമായി കൃഷി നശിക്കാൻ ഇടയാക്കുന്നതായി ആരോപണമുണ്ട്. കൃഷിക്കാവശ്യമായ മിത്രകീടങ്ങളെയും ഇവ ഇല്ലാതാക്കും. കർഷകരെ സംബന്ധിച്ച് ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത കാലം തലമുറകൾക്ക് കൈമാറേണ്ട ഒരു സംവിധാനമാണ്. അത് പക്ഷേ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. 2 അല്ലേ 3 അല്ലേ 5 വർഷം കഴിയുമ്പോഴും മണ്ണ് നശിക്കുന്നു. അതോടുകൂടി കൃഷിയും കൂടെ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മെയിനായിട്ട് വരുന്നത് അംഗീകൃത കടകളിൽ നിന്നല്ല കൂടുതൽ കൃഷിക്കാരും വളങ്ങളും ഒന്നും മേടിക്കുന്നു. വീടാന്തരം കയറി ഇറങ്ങി നടന്നു വയ്ക്കുന്നു. അതുപോലെ ഓൺലൈൻ വഴി ഒരു മാനദണ്ഡവും ഇല്ലാത്ത, ഒരു കെമിക്കൽ പോലും കറക്റ്റ് അല്ലാത്ത സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പരാതി ആരോടെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് കൃഷി വകുപ്പ് കുറച്ച് കടകളിൽ കയറി പരിശോധന നടത്തി കുഴപ്പമില്ലെന്നുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നു. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. കടകളിൽ എപ്പോഴും നല്ല മരുന്നുകളും, കൂടുതൽ കടകളിലും നല്ല മരുന്നുകളും സർക്കാർ പറയുന്ന രീതിക്ക് ഉണ്ടാക്കുന്ന മരുന്നുകളുമാണ് വിൽക്കുന്നത്. അതല്ല സാധാരണ ചെയ്യേണ്ടത്. ഫീൽഡുകളിലും അതുപോലെ തന്നെ ഓരോ തോട്ടങ്ങളിലുമൊക്കെ പോയി ഇങ്ങനെയുള്ളവരെ പരിശോധിക്കണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അനധികൃതമായിട്ട് വണ്ടിയിൽ ഇഷ്ടംപോലെ വളങ്ങളും മരുന്നുകളും ഒക്കെ കയറി വരുന്നു. അതിനൊക്കെതിരെ ഒരു പരിശോധന ഉണ്ടാകും. അതുതന്നെയല്ല, ഈ നമുക്കറിയാം എൻഡോസൾഫാൻ പോലെയുള്ള മരുന്നുകൾ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് അത് ഘട്ടം ഘട്ടമായിട്ട്, ഇപ്പം അടിക്കുന്നതേ നമ്മുടെ പറമ്പിലോ ആൾക്കാർക്ക് ഏൽക്കുന്നില്ല, പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് 30 വർഷം 40 വർഷം കൊണ്ട് നട്ടലിനെയൊക്കെ ബാധിച്ച് ഇത് രോഗികളായി മാറുന്നു. അങ്ങനെയുള്ളതിനെയാണ് റെഡ് സോണിൽപ്പെടുത്തി സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. എന്നാൽ അനധികൃതമായിട്ട് ഈ ഇടുക്കി ജില്ലയിൽ 3 ചെക്ക് പോസ്റ്റുകളാണ് നിലവിലുള്ളത്. ഒന്ന് കുമളി, ഒന്ന് കമ്പംമെട്ട്, ഒന്ന് ബോഡിമെട്ട്. ഈ 3 ചെക്ക് പോസ്റ്റുകളിൽ കൂടെയും ഈ സാധനം കയറി വരുന്നുണ്ട്. അതിനെതിരെ ഒരു സ്ക്വാഡ് പരിശോധന ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വ്യാജമരുന്നുകളുടെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്താനും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. പരാതി വരുമ്പോൾ അംഗീകൃത വളം വിതരണ സ്ഥാപനങ്ങളിൽ മാത്രം പരിശോധന നടത്തുകയാണ് പതിവ്. ഇത്തരം വളങ്ങൾ നേരിട്ടെത്തുന്ന തോട്ടങ്ങളിലോ കൃഷിയിടങ്ങളിലോ പരിശോധന നടത്താറില്ല. തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങൾ മുഖേന എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള റെഡ് ട്രയാങ്കിളിൽ പെടുന്ന നിരോധിത കീടനാശിനികളും ജില്ലയിലേക്ക് എത്തുന്നതായും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വണ്ണപ്പുറം തെക്കേച്ചിറ മഹാവിഷ്ണു ക്ഷേത്രം തിരുവുത്സവത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവതരിപ്പിച്ച നൃത്തസന്ധ്യ ശ്രദ്ധേയമായി. ചടങ്ങിൽ നർത്തന സ്കൂൾ മാനേജർ ഡയറക്ടർ KN രാമചന്ദ്രനെ ക്ഷേത്രം ഭാരവാഹികൾ മൊമന്റോ നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നർത്തന. ശാസ്ത്രീയ നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ നൃത്തയിനങ്ങളിൽ നൽകുന്ന പരിശീലനത്തിന് പുറമെ സംഗീതം, ചിത്രരചന, വയലിൻ, ഗിത്താർ, പിയാനോ എന്നിവയിലും ക്ലാസ് നൽകി വരുന്നു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. വണ്ണപ്പുറം തെക്കേച്ചിറ മഹാവിഷ്ണു ക്ഷേത്രം തിരുവുത്സവത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവതരിപ്പിച്ച നൃത്തസന്ധ്യ ശ്രദ്ധേയമായി. ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഫ്യൂഷൻ തുടങ്ങി വിവിധ ഇനങ്ങളിലായി കുട്ടികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. வடிவேலழகா வா முருகா வடிவேலழகா வா
ചടങ്ങിൽ നർത്തന സ്കൂൾ മാനേജർ ഡയറക്ടർ KN രാമചന്ദ്രനെ ക്ഷേത്രം ഭാരവാഹികൾ മൊമന്റോ നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ സ്റ്റൈഫൻഡോടും സ്കോളർഷിപ്പോടും കൂടി പരിശീലനം നൽകുന്ന ഇടുക്കി ജില്ലയിലെ ഏക സ്ഥാപനമാണ് നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സ്. നൃത്തം, സംഗീതം, ചിത്രരചന, വയലിൻ, ഗിറ്റാർ, പിയാനോ എന്നിവയിൽ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കലാപരിശീലനം നൽകി വരുന്നു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9446761575 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ കത്തോലിക്ക സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ കാത്തോലിക്ക അബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവായെ സന്ദർശിച്ചു. കാലം ചെയ്ത അബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ കബറിങ്കൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ മടങ്ങിയത്. LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ ശ്രേഷ്ഠ കത്തോലിക്ക അബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവായെ സന്ദർശിച്ചു. സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെത്തിയാണ് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ ബാബായുമായി കൂടിക്കാഴ്ച നടത്തിയത്. കണ്ടനാട് ഭദ്രാസനം ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയോസ്, അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ്, കോഴിക്കോട് ഭദ്രാസനം പൗലോസ് മോർ ഐറിനിയോസ്, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ അൽമായ ട്രസ്റ്റി തമ്പു ജോർജ് തുകാലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കാലം ചെയ്ത അബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ കബറിങ്കൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പീരുമേട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പീരുമേട് ടൗണിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തി പീരുമേട് തഹസിൽദാരും AROയുമായ V സന്തോഷിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പീരുമേട് ടൗണിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് പീരുമേട് തഹസീൽദാറും AROയുമായ V സന്തോഷിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സത്യവാചകം ചൊല്ലി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയാണുള്ളതെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു. തോട്ട മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഭൂമി വിഷയങ്ങളും ടൂറിസം മേഖലയിലും ഒക്കെയുള്ള വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളുമൊക്കെ അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ പീരുമേട്ടിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളും. പീരുമേട്ടിലെ ജനങ്ങൾക്ക് ഒപ്പം നിലകൊള്ളും. എനിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. അതിനുവേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കേരളത്തിലെമ്പാടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ജനവിധി ഈ പീരുമേട് നിയോജക മണ്ഡലത്തിലും ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം, ആന്റണി ആലഞ്ചേരി, TH അബ്ദുൾ സമദ് എന്നിവർക്കൊപ്പമാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. ലയൺസ് ക്ലബ് ഓഫ് കരിവണ്ണൂർ റോയൽസിന്റെയും മുതലക്കുളം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് റീജിയണൽ ചെയർമാൻ ഷിബു അലക്സ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കരിമണ്ണൂരിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ ലയൺസ് ക്ലബ് ഓഫ് കരിമണ്ണൂർ റോയൽസ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് റീജിയണൽ ചെയർമാൻ ഷിബു അലക്സ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായ പരിപാടികൾ എല്ലാ മാസവും ഒരു ചാരിറ്റി പ്രവർത്തനം, ഒരു ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും ഒരു പേഷ്യന്റിനോ അല്ലെങ്കിൽ ഒരു കിടപ്പിനോയ്ക്കോ ഏതെങ്കിലും രീതിയിൽ സേവന പ്രവർത്തനം നടത്താത്ത ഒരു മാസം പോലും ഇവിടെ കടന്നുപോയിട്ടില്ല. എല്ലാ മാസവും ഇതുപോലെ വ്യത്യസ്തമായ കുറച്ച് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടിന്റെ മൊത്തത്തിൽ കരിമണ്ണൂർ പോലെയുള്ള ഒരു ഗ്രാമ
അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരെന്നാണിത്. എങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വലിയ ജനവിഭാഗത്തിന് എപ്പോഴും സഹായമായി താങ്ങായി തണലായി കൊണ്ടിരിക്കുന്ന ഈ ലയൺസ് ക്ലബ്ബ് കരിമണ്ണൂർ റോയലിന്റെ പ്രവർത്തനം തീർത്ത് നമ്മുടെ ഈ നാടിന് ഒഴിവാക്കാനാകാത്തതാണ്. എത്ര പ്രശംസിക്കാൻ മതി വരാത്തതാണ്. അതിനൊപ്പം തന്നെ ഈ മുതലക്കുളം, ഞാൻ മുതലക്കുളം ക്ലബിന്റെ ഒരു ഭാരവാഹിയാണ് നിലവിൽ. അങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ ലയൺസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിക്റ്റിലെ പരിപാലനം ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, മുതലക്കുളം എന്ന് പറഞ്ഞാൽ മുതലക്കുളത്തിന്റെ ഒരു ഐക്കൺ മുതലക്കുളം ഹോസ്പിറ്റലാണ്. മുതലക്കുളം പലരും പറഞ്ഞു, ഞാൻ ഉണ്ടായത് മുതലക്കുളം ഹോസ്പിറ്റലാണ്. 60 വയസ്സുള്ള ആളുകൾ. ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മൾ സ്ഥലത്ത് വരുമ്പോൾ ആ ആശുപത്രി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചുള്ള പരിചയമുണ്ട്. ഞാൻ അവിടെ നേഴ്സിംഗ് പഠിച്ചത്, എന്റെ മക്കൾ അവിടെയാണ് പഠിച്ചത്. ഇത്രമാത്രം പാരമ്പര്യമുള്ള ഒരു മുതലക്കുളം ഹോസ്പിറ്റലും അവിടുത്തെ നേഴ്സിംഗ് സ്കൂളും, നമ്മുടെ പ്രദേശത്ത് ആദ്യമായി തന്നെ ഒരു നേഴ്സിംഗ് സ്കൂൾ എന്നുള്ള പേര് തന്നെ നിർവഹിക്കുന്നത് മുതലക്കുളം നേഴ്സിംഗ് സ്കൂളിനെ പറ്റിയാണ്. അതിന്റെ ഹോസ്റ്റലും അതൊക്കെ അന്ന് ക്ലബ് പ്രസിഡന്റ് അലോഷി അഗസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോൺസൺ ജോസഫ് സ്വാഗതവും ശൈലേഷ് ഫ്ളാഗ് സല്യൂട്ടേഷനും ഡോക്ടർമാരായ അജയ്, സിസ്റ്റർ അഞ്ജു, ഗായത്രി, അസിസ്റ്റന്റ് പ്രൊഫസർ ലിജ മാത്യു എന്നിവർ ആശംസയും ഷൈജൻ TR കൃതജ്ഞതയും അറിയിച്ചു. സോൺ ചെയർമാൻ ജെയ്സൺ ജോയ് ആദ്യ പരിശോധന നടത്തി. മെഡിസിൻ, ഡെന്റൽ, ഒഫ്താൽമോളജി വിഭാഗവും ഫാർമസി സേവനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി. ഉടുമ്പൻചോലയിൽ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉടുമ്പൻചോല തഹസിൽദാർ S സജീവന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമാണ് സംഗീത. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മത്സരിച്ചിരുന്നു. 2016-ൽ BDJSലൂടെ ഉടുമ്പൻചോലയിൽ NDA ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥിയായി അബു ജോൺ ജോസഫ്, LDF സ്ഥാനാർത്ഥിയായി സിറിയക് ചാഴികാടൻ, NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്യാസിന്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് തൊടുപുഴ ശാന്തിതീരം ശ്മശാനം അടയ്ക്കുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഗ്യാസ് പൂർണ്ണമായും തീർന്നിരുന്നു. ഇടുക്കിയിലെ ഏലം മേഖലയെ പ്രതിസന്ധിയിലാക്കി വ്യാജ കൃഷി മരുന്നുകൾ വിപണി കീഴടക്കുന്നു. നിരോധിത കീടനാശിനികളും ജില്ലയിലേക്ക് എത്തുന്നതായി ആരോപണം. LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ ശ്രേഷ്ഠ കത്തോലിക്ക അബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവായെ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.